ബന്ധുസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കറിവേപ്പില കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്കെല്ലാം അറിയാം, ഒരുപാട് പോഷക സമൃദ്ധമായ ഒരു ഇലയാണ് കറിവേപ്പില. വിറ്റാമിൻ എ, ബി, സി, ഇ കൂടാതെ ധാതുക്കളായ ഇരുമ്പ്, കാൽഷ്യം, ഫോസ്ഫറസ്, നാരുകൾ എന്നിവ കറിവേപ്പിലയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ സാധാരണ കറിയിലിട്ട വേപ്പില എടുത്ത് മാറ്റാറാണ് പതിവ് അല്ലേ? കറിവേപ്പില പോലെ എന്നൊരു ചൊല്ല് തന്നെ നാട്ടിലുണ്ട്. പക്ഷേ ആമാശയത്തിന്റെ ആരോഗ്യത്തിന് ഇത്രയും ഗുണമുള്ള ഒരു സസ്യം വേറെ ഇല്ല കേട്ടോ. ഞാൻ ഇന്നിവിടെ കറിവേപ്പില കൊണ്ടൊരു ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് നാടൻ കറിവേപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: വേപ്പില, തേങ്ങ, ഉള്ളി, മുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, വാളംപുളി, ഉപ്പ് എന്നിവയാണ്. വേപ്പില നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അടർത്തിയെടുക്കാം. ഇതിപ്പോ ഈ ഒരു ബൗളിൽ നിറച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 20ഓളം ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 7 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് വാളംപുളി. തേങ്ങയുടെ ഒരു 1/4 മുറിയോളം എടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം കൊത്തുകളാക്കിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പാൻ വെച്ച എണ്ണ ചൂടാകുമ്പോൾ വറ്റൽമുളക് ആദ്യം വറുത്തെടുക്കാം. അത് കോരി മാറ്റിയതിന് ശേഷം ഉള്ളിയും തേങ്ങാക്കൊത്തും ഇട്ട് വഴറ്റിയെടുക്കാം. ഇതിന്റെ കൂടെ തന്നെ ഇഞ്ചിയും പുളിയും ചേർത്ത് വഴറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന വേപ്പില ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായി ഫ്രൈ ആക്കണ്ട കേട്ടോ, ഇതിന്റെ പച്ചപ്പൊന്ന് മാറിയാൽ മതി. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. അമ്മിക്കല്ല് ഉണ്ടെങ്കിൽ അതിനകത്ത് അരച്ചെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് മിക്സിയിൽ ഇടുമ്പോൾ ഇടയ്ക്കൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഇതിലേക്ക് ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. എരിവും പുളിയും ഉപ്പും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്താം. ഇതാണ് കേട്ടോ ഫൈനൽ. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഡൈജഷൻ കറക്റ്റായി നടക്കാൻ കറിവേപ്പില കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ആമാശയം ക്ലീൻ ആവാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. കുട്ടികൾക്കൊക്കെ ചോറിന് കൂടെ കൊടുക്കാനും പറ്റിയ ഒരു ഹെൽത്തി ആയ ഒരു ചമ്മന്തിയാണിത്. നമ്മൾ സാധാരണ കറികളിൽ നിന്നൊക്കെ എടുത്ത് മാറ്റുമെങ്കിലും ഇതുപോലെ ആകുമ്പോൾ കുട്ടികളാണെങ്കിലും കഴിച്ചോളും കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ. ഇതുപോലെ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.